ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. കോളും മെസ്സേജിനായി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കായി എത്രയും പെട്ടെന്ന് തന്നെ കോൾ മെസ്സേജ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. വീഡിയോ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥ ഫീലിങ്സ്, ട്രൂ ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. അവർ പുറമേ കാണിക്കുന്ന എന്താണ്, അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ്. 2 റോ ആയിട്ടാണ് കാർഡ് എടുക്കുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ്, അവർ പുറമേ കാണിക്കുന്നത് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി കറക്റ്റ് എനർജി കാർഡിലൂടെ കാണിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്നത് അവരുടെ മനസ്സിലാണ്. ഓക്കെ, 4 കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ പുറമേ കാണിക്കുന്നത് എന്താണ്, നിങ്ങളോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് പുറമേ കാണിക്കുന്നത്? ഒന്നിലധികം ആളുകൾ നോക്കുന്നത് കൊണ്ട് ഇതിൽ ഒന്നിലധികം എനർജികൾ വരും. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. ഓക്കെ, ഓവറോൾ എനർജി വരുന്നത് 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 3 ആവർത്തിച്ച് വന്നിരിക്കുന്നു. 7, 8, 6, 12, 3, 12, 3, 1. ഓക്കെ, ഈ ഡേറ്റോ ഈ മാസമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ട്രൂ ഫീലിങ്സ് എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് സോഡ്. ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതാണ് മനസ്സിൽ, ഉള്ളിൽ അതാണ്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്നേഹവും ന്യായവും നിങ്ങളോടത്താണ് കാണിക്കുന്നത് എന്നാണ്. പുറമേ അവർ നിങ്ങളുടെ മുന്നിൽ സ്നേഹവും സമയവും എല്ലാം നിങ്ങൾക്കാണ് തരുന്നത്, ന്യായമെല്ലാം നിങ്ങൾക്കാണ് തരുന്നത് എന്നാണ് പ്രകടമാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അവർക്ക് കൂടുതൽ സ്ഥാനം അവരുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി ഉണ്ട്, അവർ മറച്ചു വെച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കി കാണിക്കുന്നില്ല. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ജനറൽ റീഡിംഗ് ആണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ എന്താണ്? ഓക്കെ, ട്രൂ ഫീലിങ്സ് ആണ്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ത്രീ ഓഫ് സോഡ്, വീണ്ടും 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരിക്കലും നിങ്ങളെടുത്ത് ആ ഒരു പെയിൻ സിറ്റുവേഷൻ നിങ്ങളെ കാണിക്കുന്നില്ല.
ഓക്കെ, ഇത്രത്തോളം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വേദന കൊണ്ട് ഇങ്ങനെ ഇത്ര 3 വാൾ ഇങ്ങനെ കുത്തി കയറുമ്പോൾ എന്തുമാത്രം വേദനയിലാണ് അവർ നടക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ഓവർ തിങ്കിങ് ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിൽക്കുന്നു, ഒരുപാട് പെയിൻ അനുഭവിച്ച് പോകുന്നതാണ്, അവർക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല, ഒരുപാട് കാർമേഘങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലൈഫിലുണ്ട്. അപ്പം അതൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഓപ്പണായിട്ട് പറയത്തില്ല, എല്ലാം അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഒന്നുമില്ല, ഒരു കുഴപ്പവുമില്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈലൻറ്റിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പ്രകൃതമാണ്. ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇത്രയും വേദന അനുഭവിക്കുന്നു, ഞാൻ തളർന്ന് വീഴാറായി, എനിക്ക് കഴിയത്തില്ല എന്നുള്ളതൊന്നും പറയത്തില്ല. ഈ വേദനയ്ക്ക് കാരണം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ പിറകെ ചെല്ലുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, എന്നോടൊന്ന് തുറന്ന് പറ, എന്താ പ്രശ്നം, ഇപ്പോൾ ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും പറയത്തില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൻ്റെയോ റിലേഷൻഷിപ്പിൻ്റെയോ മധ്യത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വ്യക്തി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള വ്യക്തിയാണെങ്കിൽ, ഇപ്പം അവരുടെ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അടി വഴക്ക് പ്രശ്നങ്ങളൊന്നും ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തില്ല. അതെല്ലാം ആ വേദനയെല്ലാം അവർ നിങ്ങളുടെ അവരുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് എടുക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ കുറച്ച് മൗനമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങളടുത്ത് പ്രകടമാക്കി കാണിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മൗനം കാണിക്കുന്നത്, ഈ അകൽച്ച കാണിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊന്ന് പ്രകടമാക്കുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതൊന്നും തുറന്ന് നിങ്ങളടുത്ത് പറയത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ചാരിയറ്റ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സിൽ എന്തുകൊണ്ടാണ് ചാരിയറ്റ് വന്നിരിക്കുന്നത്? 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ചില വ്യക്തികൾ കൺട്രോൾ പിന്തുടരുന്നുണ്ടെങ്കിലും, ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും, അത് ഫാമിലിയിൽ നിന്നായാലും ശരി, വീട്ടിൽ ജോലിയിൽ നിന്നാണെങ്കിലും ശരി, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവർ സമയം കണ്ടെത്താറുണ്ട്. ഓക്കെ, അതൊന്നും അവർ നിങ്ങളെ മുന്നിൽ കാണിക്കത്തില്ല. അവരുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ബേർഡൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ത് തന്നെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ മുന്നിൽ പ്രകടമാക്കത്തില്ല. താമസിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഒരു കപ്പ് സ്നേഹവും അല്ലെങ്കിൽ ഒരു മെസ്സേജോ എന്തെങ്കിലും, അധികം വൈകിട്ടാണെങ്കിലും അവർ ഇത്രയും ബേർഡൻ അനുഭവിക്കുന്ന സമയത്തും ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ അവർ സ്നേഹമായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കപ്പോൾ തോന്നും ഒരുപാട് സ്നേഹങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി, ഒരു സ്ലോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ എങ്കിലും അവരനുഭവിക്കുന്നതായിട്ടുള്ള 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിൽ, 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബേർഡൻ, ഭാരം ചുമക്കുന്ന അവസ്ഥയാണ്. ആ ഭാരം ചുമക്കുന്ന അവസ്ഥയിൽ അവർക്ക് നടക്കാൻ പോലും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു യാത്രയും അവർക്ക് കാണുന്നില്ല. അവിടെ കുഴിയാണ്, ആ ഒരു കുഴിയിൽ നിൽക്കുകയാണ്. മുന്നോട്ട് എങ്ങനെ കടന്നു പോകും, ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അല്പമെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പം ഇത് കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു എനർജിയിൽ കൂടിയൊക്കെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയതാണ്. അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവർ നല്ലൊരു സമയം തന്നിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ ആ ഒരു സമയത്ത് വില മതിക്കാതെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് പറയുകയും അവരെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ പരാതിപ്പെടുകയൊക്കെ ചെയ്തത് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് വേദനിക്കുന്നതിന് കാരണമായി, റിലേഷൻ ടവർ കൊണ്ടുവരുന്നതിനും കാരണമായി. നിങ്ങളുടെ പേഴ്സൺ ഒന്നും ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, എങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് അതിൽ ഇച്ചിരിയെങ്കിലും സന്തോഷങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു ഹാപ്പി ലൈഫ് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരൊരുപാട് കഷ്ടപ്പെട്ടു. ഓക്കെ, ചിലപ്പം അവരുടെ ലൈഫിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അവർക്ക് നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് വേണ്ടതായ സ്നേഹവും സമയവും എല്ലാം തരാൻ അവർ
ഒരുപോലെ കൊണ്ടുപോകാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വന്നിരുന്ന പരാതിയും പരിഭവങ്ങളുമാണ് നിങ്ങളുടെ ഇടയിൽ ടവർ വരാനുള്ള കാരണം. ഓക്കെ, രണ്ട് ആൾക്കാരെയും അല്ലെങ്കിൽ അവർ ലൈഫിലുണ്ടായിരുന്നത് തേർഡ് പാർട്ടി ആര് തന്നെയായിരുന്നല്ലോ, ഫാമിലി ആണെങ്കിലും ശരി, ജോലിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും, രണ്ട് കൂട്ടരെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിരുന്നു, ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെയും. ഓക്കെ, അപ്പോൾ അതിൽ സംഭവിക്കാതെ പരാതിയും ടെൻഷനും ആയപ്പോൾ അവർക്ക് ബാലൻസ് തെറ്റിയത് കൊണ്ടാണ് നിങ്ങളുടെ റിലേഷനിൽ ഒന്നുകിൽ ലെസ് കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? 2 ഓഫ് വാൻസ് ആണ്, യാത്രയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സണ് യാത്രകൾ പോകേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, യാത്രകൾ ജോലി സംബന്ധമായിട്ട് അവർ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് യാത്രകൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീലാകുന്നത്, പ്രകടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇതുപോലെ അവർ ഫാൻറ്റസി ലോകത്തിൽ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടാണ് പോകുന്നു എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് പ്രകടമായിട്ട് ലഭിച്ചത്. നിങ്ങളുടെ പേഴ്സൺ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്താണ് നടക്കുന്നത്, അവരങ്ങ് യാത്രയൊക്കെ അടിച്ച് ട്രിപ്പൊക്കെ അടിച്ച് നടക്കുകയാണെന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇതായിരിക്കും പ്രകടമാക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കഷ്ടങ്ങളും ഇതൊക്കെ അനുഭവിച്ച് ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ അവർ രഹസ്യമാക്കി വെക്കും. ഞാൻ ട്രിപ്പിന് തന്നെ പോയത്. നിങ്ങൾ വാദിക്കുമ്പോൾ അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെ തന്നെ പോയത്, നിങ്ങൾ പറയുന്നത് എന്താണോ അത് അംഗീകരിച്ച് തരിക എന്നുള്ളത് മാത്രമായിരുന്നു പലപ്പോഴും അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ട്രൂ ആയിട്ടുള്ള ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്, ഇങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ ഇനി നോക്കാം നിങ്ങളുടെ മനസ്സ്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ മനസ്സിൽ ട്രൂ ഫീലിംഗ് എന്താണ്, പുറമേ കാണിക്കുന്നത് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ മനസ്സിലെ ട്രൂ ഫീലിങ്സ്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ട്രൂ ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൺ കാണുന്ന മനസ്സെന്താന്ന് നോക്കട്ടെ. നിങ്ങളെ പ്രതി പുറമേ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്ന നിങ്ങളുടെ മനസ്സെന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ്, എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കുന്നത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 1, 19, 10, വീണ്ടും 1, 8, 10 നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. 10, 1, 15, 6, 12, 3, 1, 4. ഓക്കെ, ഈ മാസങ്ങളും ഡേറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. അപ്പം നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ, എൻ്റെ വ്യൂസിൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? ദ വേൾഡ് ആണ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും റിലേഷൻ ബേസിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും അത് ശരിയാകും, അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ശരിയാകും, എന്തും ഗ്രോത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും തയ്യാറായിരുന്നു. ഓക്കെ, ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പിണക്കം വന്നിരുന്നാലും അതൊന്നും സാരമില്ല, അതിപ്പം മിണ്ടും. ഈ ഒരു പിണക്കമൊക്കെ അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. സമയം അനുകൂലമാകുമ്പോൾ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാകും. എല്ലാം സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അത് സാരമില്ല, അതൊക്കെ സമയം ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. എല്ലാം നിങ്ങൾ അത് സോൾവ് ആക്കി കളഞ്ഞിരുന്നു.
എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഒരു പിണക്കം വന്നിരുന്നാലും വീണ്ടും അത് ഇണക്കി കൊണ്ടുവരാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഫീലിങ്സ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഒരു വർക്ക് ഹോളിക്കാണെന്നുള്ള. വർക്ക് ഹോളിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ജോലിയാണ് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത്. നിങ്ങളിൽ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യത്തിനെ കഴിയും വലുത് നിങ്ങൾക്ക് സ്ഥാനങ്ങളും മാനങ്ങളുമാണ്. നിങ്ങളൊരു പവർ ഉള്ള വ്യക്തിയാണ്, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതും ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങൾ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണെന്നും മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ സൺ കാർഡ് വന്നത്? നിങ്ങളുടെ ട്രൂ ഫീലിങ്സിൽ എന്തുകൊണ്ടാണ് സൺ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് സൺ കാർഡ് വന്നിരിക്കുന്നത്? ദ ഫൂളാണ്. ചില സമയത്ത് നിങ്ങൾ വിഡ്ഢികളെ പോലെ പെരുമാറാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് അതാണ്. ചില സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ എടുത്തു ചാടി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ബുദ്ധി ഉപയോഗിക്കാതെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഫ്രീഡം കിട്ടുന്ന കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ അധികം ബുദ്ധി ഉപയോഗിക്കാറില്ല. നിങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് സ്ട്രെങ്ത് ലഭിക്കുക, മറ്റുള്ളവരെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സണ്ണിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കതയോടുകൂടിയാണ് നിങ്ങൾ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷേ അങ്ങനെ കാണിക്കുന്ന നിങ്ങൾക്ക് ചില സമയത്ത് ഫൂള് പോലെ എടുത്തുചാട്ടം അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയും നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം കൊണ്ട് വന്നു ചേരാറുണ്ട്. ഇവിടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളതാണ്, ഒരുപാട് എല്ലാവരെയും പ്രണയിച്ച് നടക്കുന്ന ഒരു ലവേഴ്സ് എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരോടും പ്രണയമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലേട്ടിങ് ചെയ്ത് നടക്കുന്ന, എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ജീവിക്കുകയും എല്ലാവരോടും സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഫ്ലേട്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ കാണുമ്പോഴത്തേക്ക് അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫൂളിഷ് പോലെ കുട്ടികളെ പോലെ എല്ലാവരുമായിട്ട് ഓടി നടന്ന് ചിരിച്ച് കളിച്ച് ഇപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാണ്ടൊക്കെ നിങ്ങളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കും. അപ്പം അവരുടെ മനസ്സിൽ എന്ത് മോശമാണോ ചിന്തിക്കുന്നത് നല്ലതാണോ ചിന്തിക്കുന്നതെന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ലവേഴ്സ് എനർജി ആയിട്ടും അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നതെന്നും അവർക്ക് നല്ല പോലെ വിശ്വാസമുണ്ട്. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കുന്നതെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേറെ ചോയ്സുമുണ്ട്. നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളെ പിറകെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ എല്ലാവരുമായിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ കാരണമായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. അപ്പം 8 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. एस ऑफ सॉर्ड ആണ്. दीदी कोई दिक्कत है? ഓക്കെ, എയ്സ് ഓഫ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ചില വിഷമങ്ങളുണ്ടെങ്കിലും ആ ഒരു വിഷമങ്ങളെ നിങ്ങൾ മറച്ച് വെച്ചിട്ട് ചിലപ്പോൾ അത് നിങ്ങൾ പ്രകടമാക്കത്തില്ല. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. അപ്പോൾ പേഴ്സൺ എന്തെങ്കിലും കാണിച്ച് നിങ്ങൾക്ക് മാനസിക വിഷമമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തോ അത് നിങ്ങളോട് അറിയിച്ചില്ല, അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ നിങ്ങൾ ഹാപ്പിയാണ്, വിജയമാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കാറുള്ളത്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം നിങ്ങളതിനെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കും.
ഓക്കെ, ഫുൾ എനർജി ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പതുക്കെ വിഷമം മനസ്സിൽ ഒതുക്കി വെക്കുകയും പേഴ്സൻ്റെ മുമ്പിൽ നല്ല ഫുൾ എനർജിക് ആയിട്ടുള്ള ഒരു ഫേസോട് കൂടി നിൽക്കും. ഓക്കെ, എല്ലാം അങ്ങനെ ആ വിഷമങ്ങളെല്ലാം അങ്ങ് തുറന്ന് പറയുന്ന വ്യക്തികളല്ല, എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇത് റെസനേറ്റ് ആകുന്നത്. അയ്യോ, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡി മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ട്രൂ ഫീലിങ്സ് എന്താണ്? പ്ലീസ് കേഡി മീ മദർ യൂണിവേഴ്സ്. എൻ്റെ അമ്മോ, 9 ഓഫ് സോഡ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ കടിച്ചമർത്തുന്ന വ്യക്തികളാണ് എൻ്റെ വ്യൂസ്. ഓക്കെ, അതൊന്നും പുറത്ത് പ്രകടമാക്കുന്നില്ല. ഇവിടെ 9 ഓഫ് സോഡ്, ഇവിടെ 10 ഓഫ് സോഡ്. കണ്ടോ എത്രത്തോളം പെയിൻ, സഹിക്കാൻ വയ്യാത്ത പെയിൻ. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പോകുന്നെങ്കിലും ആ വേദനയെല്ലാം അമർത്തിക്കൊണ്ട് വീണ്ടും പേഴ്സൺ നിങ്ങളടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ സ്നേഹത്തോടു കൂടി ഓഫർ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ഇത് കണ്ട പ്രകടമായിട്ടുള്ളത് ഇതാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് സന്തോഷം, അബൻഡൻസ്, സ്നേഹം, ഒരു ന്യൂ ഗ്രോത്ത്, അതുപോലെയുള്ള ഫേസുമായിട്ട് നിങ്ങൾ നിൽക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയോട് പോയി എന്നൊക്കെ അറിയുമ്പോഴും ഇതുപോലെ നീറിയാലും ശരി തന്നെ നിങ്ങളുടെ പേഴ്സൺ ഓഫറുമായിട്ട് വരുമ്പോഴോ നിങ്ങൾ ഇത്രയും സന്തോഷത്തോടു കൂടി അവരുടെ അടുത്ത് നിൽക്കും. ഈ വേദനകളെല്ലാം നിങ്ങൾ ആ ഒരു സമയത്ത് മാറ്റി വെക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില വ്യക്തികൾ അത് ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന എനർജി ഇങ്ങനെയാണ്. ഓക്കെ, ഓവറോൾ എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ മൊത്തത്തിലുള്ള ഓവറോൾ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല കൺട്രോളിങ് ഉള്ള വ്യക്തിയാണ്. ഇമോഷനെ ഒന്നും അത്ര പ്രകടമാക്കുന്ന വ്യക്തിയല്ല. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന, സെൽഫ് ലവ് ചെയ്യുന്ന, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇത് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഒന്നിലധികം ആൾക്കാർ നോക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലോട്ട് എൻ്റെ വ്യൂസിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂസ് ഏത് വ്യക്തിയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. തിരിച്ചു വരും, എന്തായിരുന്നാലും ഓഫർ കൊണ്ടുവരും. ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. കപ്പൊക്കെ പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ ആ കുതിരയുടെ സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറവാണ്. ഓവറോൾ എനർജിയാണത്. എന്തായാലും നിങ്ങളിലേക്ക് ഓഫറുമായി വരും, മെസ്സേജ് കോള് വരും, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകും. പക്ഷേ സമയം അനുകൂലമാകണം. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമയം ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റീയൂണിയൻ മെസ്സേജ് കോള് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം സമയം നിങ്ങൾ നോക്കണം. നിങ്ങൾ കുറേ നാളായിട്ട് അകന്നാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമായി വരുന്നുണ്ട്. അല്ല, ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ പിരിഞ്ഞ വ്യക്തികളാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നതിന് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ 4 കോണിലായിട്ട് നമ്മൾ ചെയ്ത കർമ്മകൾ ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേതെങ്കിലും കാർമ്മിക വ്യക്തികൾ വന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട വേദനകളെല്ലാം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കർമ്മ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ അനുഭവിക്കേണ്ടത് ജീവിതത്തിൽ ഇതുവരെയും കണ്ണീര് മൊത്തവും കുടിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ,
പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനാണ്, ഒറ്റയ്ക്കാണ്. ഓക്കെ, റിലേഷനെ കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പം മുന്നോട്ട് വളരെ സ്ലോ ആയിട്ട് എന്താണ് ഇന്നർ വോയിസ്, എന്താണ് അവരുടെ ആത്മാവ് എന്താണ് പറയുന്നത്, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷനിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് അവർ സമാധാനത്തിലും അവരുടെ ഇന്നർ വോയിസിലും അവർ കേൾക്കുന്നുണ്ട്. ഓവറോൾ എനർജി നിങ്ങളിലേക്ക് കടന്നു വരും. ഒരു മെസ്സേജ്, കോള്, കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഈ എനർജിയെ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. ഈ ഒരു നിമിഷം തന്നെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി ഈ കാർഡുകളിലേക്ക് വന്ന് എൻ്റെ വീഡിയോ കാണുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളിലേക്കും ഇത് പ്രവഹിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇത് കാണുന്ന സമയത്ത് തന്നെ അവരിലൊരു അനുഗ്രഹം വരട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായിരുന്നാലും ഒരു റീയൂണിയൻ ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 9310 നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധമുണ്ടോ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പിരിഞ്ഞ ദിവസമോ കല്യാണം കഴിഞ്ഞ ദിവസമോ മാസമോ, ഈ 10ാം മാസം, 1ാം മാസം, 3ാം മാസം, 9ാം മാസം ഒക്കെ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ്. അപ്പോൾ എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ, എർത്ത് സൈൻ, ഫയർ സൈൻ. ഓക്കെ, അപ്പം 4 സൈനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ രാശിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലൂസുകളും കൂടി എടുക്കാം. നിങ്ങൾക്ക് ക്ലൂസ് റെസനേറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, രാശികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലൂസ് എടുക്കുകയാണ്. ക്ലൂസിൽ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റ് ക്ലൂസ് വരുന്നതിന് അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എടുക്കുകയാണ് 26, 36, 33. ഓക്കെ, നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ഏജിൻ്റെ ടൈമിലാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഏജ് ആണോ എന്ന് നോക്കുക. പേഴ്സണോ തേർഡ് പാർട്ടിക്കോ. നഴ്സ്, RT, B എന്ന് പറയുന്ന ലെറ്റർ, B ആൻഡ് D വന്നിട്ടുണ്ട്. 2003, 2006 ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. കുംഭം രാശിയാണ്. രാഷ്ട്രീയം. ഓക്കെ, മേശം പണി, തിരുവാതിര, പാൽ ഉൽപ്പന്നവുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. P എന്ന് പറയുന്ന ലെറ്റർ, ചോതി നക്ഷത്രം, 15 നവംബർ 1969. ഗിഫ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. RSL ബാർബർ ഷോപ്പ്. V എന്ന് പറയുന്ന ലെറ്റർ 20 പൂരാടം. I11 ഉത്രം നക്ഷത്രം. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2, 3, 4 YWX. മകം 28, 48 21, 30 2002, 2007. KSCB മെയ് മാസം. റെയിൽവേ ജോലി 1977. എഞ്ചിനീയർ. S എന്ന് പറയുന്ന ലെറ്റർ. ഫോൺ നമ്പർ ലാസ്റ്റ് 5. മൂല നക്ഷത്രം. ചോതി. വിശാഖം 27, 35. MA B.Ed. R ലവ് S. മാർബിളിൻ്റെ ജോലി. ആംബുലൻസ്. ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വ്യക്തികളായിരിക്കാം. 1980. കുവൈറ്റ് ഏപ്രിൽ മാസം. പോലീസ്. ചിത്തിര ഡ്രൈവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.